ആഘോഷവേളകൾ ആനന്ദകരമാക്കുവാൻ മലയാളികളായ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക പായസമാണല്ലോ. പ്രത്യേകിച്ച് ഉത്സവ നാളുകളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. വ്യത്യസ്ത രുചികളിൽ കൊതിയോടെ കഴിക്കാൻ നിരവധി പായസക്കൂട്ടുകളാണുള്ളത്. അതിൽ തന്നെ വളരെ രുചികരമായി പാകം ചെയ്തെടുക്കാവുന്ന ഒന്നാണ് പരിപ്പ് പായസം. അടപ്രഥമനെ അപേക്ഷിച്ച് പണി അല്പം ഈസിയാണ് കേട്ടോ. വിഷു ഇങ്ങ് എത്തി. വിഷുവെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം മലയാളിയുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കണിക്കൊന്നയും കണിയും നല്ല രുചിയൂറും സദ്യയുമാണ്. തൂശനിലയിൽ സദ്യക്ക് പായസമില്ലെങ്കിൽ പിന്നെ എന്ത് സദ്യയല്ലേ. ഇന്ന് നമുക്ക് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം തന്നെ ആയിക്കളയാം. വായോ. പായസത്തിനായി ഞാൻ ഇവിടെ 2 വലിയ പച്ച തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചേരുവകളെല്ലാം വഴിയെ പറഞ്ഞു തരാമേ. പൊതിച്ച് ചിരകിയെടുത്ത പച്ചത്തേങ്ങ ഒരു വലിയ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി കൂട്ടിയെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാല് ചേർക്കുന്ന പായസത്തിന് എപ്പോഴും നല്ലത് നല്ല പച്ചത്തേങ്ങയുടെ പാല് എടുക്കുന്നതാണ്. അതാകുമ്പോൾ 2 തേങ്ങയിൽ തന്നെ ആവശ്യത്തിന് നല്ല കട്ടിപ്പാല് കിട്ടും. പൊതിച്ചിട്ട ഉണക്ക തേങ്ങയിൽ ആവശ്യത്തിന് പാല് കാണുകയില്ല. നന്നായി തിരുമ്മി കൂട്ടിയ തേങ്ങയിൽ നിന്നും വെള്ളം അല്പം പോലും ചേർക്കാതെ നല്ല കട്ടിയുള്ള തലപ്പാല് അല്ലെങ്കിൽ 1-ാം പാല് ഞെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ആകപ്പാടെ തേങ്ങാപ്പാല് പിഴിയലാണ് അല്പം മെനക്കേടുള്ള പണി കേട്ടോ. നന്നായി പിഴിഞ്ഞെടുത്ത തലപ്പാല് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. തലപ്പാല് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീര വീണ്ടും വലിയൊരു പാത്രത്തിലേക്ക് തട്ടി 2 ഗ്ലാസ് വെള്ളം ചേർത്ത് വീണ്ടും കൈകൊണ്ട് ഞെരടി തിരുമ്മി പദം വരുത്തിയ ശേഷം ഞെക്കിപ്പിഴിഞ്ഞ് 2-ാം പാലും എടുക്കുന്നുണ്ട്. തേങ്ങാപ്പീര കളയരുതേ, ഇതുകൊണ്ട് 3-ാം പാലും നമുക്ക് ആവശ്യമുണ്ട്. പിഴിഞ്ഞെടുത്ത 2-ാം പാലും നന്നായി ഒന്ന് അരിച്ചു മാറ്റി വെക്കുന്നുണ്ട് ഞാൻ. ഇനി അവസാനമായി തേങ്ങാപ്പീരയിലേക്ക് 2-3 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി തിരുമ്മി 3-ാം പാലും പിഴിഞ്ഞെടുക്കണം. 2-ാം പാലിനെ അപേക്ഷിച്ച് വളരെ ലൈറ്റ് ആയിട്ടുള്ളതാണ് ഈ 3-ാം പാല്. 3-ാം പാല് പിഴിഞ്ഞെടുത്ത് മിച്ചം വരുന്ന തേങ്ങാപ്പീര തോരനോ ചമ്മന്തിപ്പൊടിക്കോ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നല്ല ലൈറ്റായ 3-ാം പാലും ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ചുവടുകട്ടിയുള്ള വലിയൊരു പാനോ ഉരുളിയോ ചൂടാക്കിയതിലേക്ക് ആവശ്യാനുസരണം ചെറുപയർ പരിപ്പ് അഥവാ പായസപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തീ മീഡിയത്തിലിട്ട് 5-6 മിനിറ്റ് പരിപ്പ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. വെറുതെ കുക്കറിലിട്ട് വേവിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം വേവിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പരിപ്പെല്ലാം നന്നായി വെന്തുടഞ്ഞു കിട്ടും. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് മൂത്ത് ബ്രൗൺ നിറമൊന്നും ആകേണ്ട കേട്ടോ. ലൈറ്റായി ഒന്ന് ചൂടായി ഫ്രൈ ആയി കിട്ടിയാൽ മതിയാകും. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ പരിപ്പെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇവനെ കോരി മാറ്റി ചെറുതായി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തിയെടുക്കണം. വെള്ളം തോർത്തിയെടുത്ത പരിപ്പ് ഒരു കുക്കറിലേക്കോ ഒരു വലിയ കലത്തിലേക്കോ ചേർത്ത ശേഷം ലൈറ്റായി പിഴിഞ്ഞു വെച്ച 3-ാം പാല് ഒന്ന് അരിച്ച് പരിപ്പിലേക്ക് ചേർത്തിളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കറിന് പാതി നിൽക്കുന്ന വിധം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല. പക്ഷെ കുറഞ്ഞു പോയാൽ പരിപ്പെല്ലാം വെന്ത് കുഴഞ്ഞ് കട്ട കെട്ടിയിരിക്കും. അതുകൊണ്ട് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഒരു മടിയും വേണ്ട. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് അടപ്പിട്ട് ഒരു 4 വിസിലോളം പരിപ്പൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വറുത്തെടുത്ത പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ 4 വിസിലിന് ശേഷം കുക്കർ തുറന്നു നോക്കുമ്പോഴുള്ള കാഴ്ച കണ്ടല്ലോ. പരിപ്പെല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇവനെ ഒരു സൈഡിലേക്ക് മാറ്റി ഒന്ന് തണുക്കാനായി വിടാം. പായസത്തിന് നല്ല രുചിയും മണത്തിനുമായി ഞാൻ അല്പം ജീരകം, 2 കഷ്ണം ചുക്കും 8-10 ഏലക്കായും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഏലക്കായിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി എല്ലാത്തിനെയും വെവ്വേറെയോ ഒരുമിച്ചോ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ജീരകം ഒരുപാട് അങ്ങോട്ട് പൊടിയാക്കേണ്ടതില്ലാത്തതിനാൽ തന്നെ എല്ലാ ഐറ്റംസും വെവ്വേറെ പൊടിച്ച് മാറ്റി വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചുക്കും ഏലക്കായും ജീരകവും പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ 1/2 കിലോ പരിപ്പിന് 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. നല്ല കറുത്ത നാടൻ ഉണ്ട ശർക്കരയാണ് പരിപ്പ് പായസത്തിന് ഉത്തമം. നല്ല ഡാർക്ക് നിറത്തിന് ഇവനാ ബെസ്റ്റ്. ഇനി ശർക്കരയെല്ലാം അമ്മിക്കല്ലിലിട്ട് ഒന്ന് തല്ലി പൊട്ടിച്ച് കട്ടയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ശർക്കര ഉരുക്കിയെടുക്കാം എന്നതാണ് മെച്ചം. ഇനി ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് പൊടിച്ചെടുത്ത 1 കിലോ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുകി വരാനായി 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് തുടക്കത്തിലെ തീ അല്പം കൂട്ടിയിട്ട് ചെറുതായി ഒന്ന് ശർക്കര ഉരുകി വരുമ്പോഴേക്കും തീ മീഡിയത്തിലിട്ട് തുടരെ ഇളക്കി ശർക്കര അലിയിച്ചെടുക്കണം. നന്നായി പൊടിച്ചെടുത്തിട്ടുള്ളതിനാൽ നിമിഷ നേരം കൊണ്ട് ശർക്കരപ്പാനി റെഡിയായി കിട്ടും. നന്നായി ഇളക്കി കട്ടയെല്ലാം ഉരുകി നന്നായി പതഞ്ഞു വരുമ്പോൾ തന്നെ തീ ഓഫാക്കിയ ശേഷം ശർക്കരപ്പാനി ഒന്ന് ചെറുതായി തണുക്കുവാനായി മാറ്റിവെക്കാം.
ഈ സമയം കൊണ്ട് ഒരു ഉരുളി ചെറുതായി ഒന്ന് ചൂടായതിലേക്ക് വേവിച്ച് മാറ്റിവെച്ച ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ തണുത്ത പരിപ്പ് നല്ല കട്ടിയായിരിക്കുവാണെങ്കിൽ ആദ്യം തന്നെ അല്പം വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കട്ടയെല്ലാം ഉടച്ച് ലൂസാക്കി തന്നെ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെന്ത പരിപ്പ് ചേർത്ത ശേഷം ഉരുക്കി വെച്ച ശർക്കര പാനി ഒന്ന് അരിപ്പയിലൂടെ അരിച്ച് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. പാനി ചേർത്ത ശേഷം നന്നായി ഇളക്കി പരിപ്പും പാനിയും മിക്സ് ചെയ്ത് കട്ടകളുണ്ടെങ്കിൽ നന്നായി ഉടച്ചെടുക്കണം. ഇപ്പോൾ തന്നെ പായസത്തിൻ്റെതായ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് പാനി മിക്സിലേക്ക് രണ്ടാം പാലും അരിച്ചൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മീഡിയം തീയിലിട്ട് ഇവനെ തുടരെ ഇളക്കി കട്ടകളെല്ലാം തവി കൊണ്ട് തന്നെ ഉടച്ചു കൊടുത്ത് തിക്കാക്കി എടുക്കുന്നുണ്ട്. പാചകപ്പുരയിലെല്ലാം എപ്പോഴും കാണാറുള്ള ഒരു കാഴ്ചയാണ് പായസം ഉണ്ടാക്കുന്ന ചേട്ടന്മാർ വലിയൊരു പങ്കായം കൊണ്ട് നിർത്താതെ പായസം ഇളക്കി മറിക്കുന്ന കാഴ്ച. ഒട്ടും കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കൽ ഒരു ടാസ്ക് ആണ്. ഏകദേശം 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ആ കട്ടയെല്ലാം ഉടഞ്ഞ് പായസം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി പായസത്തിലേക്ക് നേരത്തെ പൊടിച്ചു വച്ച ജീരകവും ചുക്കും ഏലക്കാപ്പൊടിയും ഒന്നൊന്നായി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി പായസത്തിന്റെ ഓരോ തുള്ളിയിലും ഈ ചേരുവകളുടെ രുചിയും മണവും എത്തുന്ന വിധം തുടരെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി തീ സ്ലോയിലിട്ട ശേഷം തിളച്ചു കുമള പൊട്ടുന്ന പായസത്തിലേക്ക് അവസാനമായി പിഴിഞ്ഞെടുത്ത നല്ല കട്ടിയുള്ള ഒന്നാം പാലൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. തലപ്പാൽ ഒഴിച്ച പാടെ തീ ഓഫാക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടല്ലോ, തലപ്പാൽ ചേർത്തതോടെ പായസത്തിന്റെ നിറം ചെറുതായി ഒന്ന് ലൈറ്റായി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി പായസം അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. അവസാനമായി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ചേർത്ത് ഒന്ന് ചൂടായതിലേക്ക് ആദ്യം തന്നെ കുനുകുന നൈസായി നുറുക്കിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറുന്ന സമയത്ത് ആവശ്യാനുസരണം അണ്ടിപ്പരിപ്പും ചേർത്ത് ഫ്രൈ ചെയ്തതിലേക്ക് നല്ല കറുത്ത ഉണക്കമുന്തിരിയും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ചെറു ചൂടോടെ തന്നെ പായസത്തിന് മുകളിൽ ഒഴിച്ച് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ സ്വർഗം മച്ചാ സ്വർഗം. നല്ല കട്ടിയുള്ള പരിപ്പ് പായസം റെഡി. കാണാൻ തന്നെ എന്ത് രസമല്ലേ. തൂശനിലയിൽ ഒഴിച്ചാൽ അവിടെ തന്നെ കിടക്കും. ഈ വിഷുനാളിൽ ഈ പരിപ്പ് പായസം ഒന്ന് ട്രൈ ചെയ്യണം. പപ്പടവും പഴവും ചേർത്ത് മിക്സ് ചെയ്ത് കഴിച്ചിട്ട് രുചി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു രുചിയുമായി കണ്ടുമുട്ടാം. അതുവരെ ബൈ ഫ്രം വിച്ചൂസ്.